5 മിനിറ്റിലെ ഒരു കിടിലൻ മാമ്പഴ പുളിശ്ശേരി. ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മാമ്പഴ പുളിശ്ശേരിയാണ്. അപ്പോൾ ആ മാമ്പഴ പുളിശ്ശേരിക്ക് ഉള്ള മാങ്ങ ഏതാണെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടുമാങ്ങയില്ലേ, ആ നാട്ടുമാങ്ങ, ചെറിയ കുഞ്ഞി മാങ്ങയില്ലേ, അതാണ്. അപ്പോൾ ചില സ്ഥലത്ത് അതിന് പറയുന്ന പേര് പുളിമാങ്ങ എന്നാണ്, ചില സ്ഥലത്ത് മുത്തിക്കുടിയൻ മാങ്ങ എന്ന് പറയും, ചില സ്ഥലത്ത് നാട്ടുമാങ്ങ എന്ന് പറയും. അപ്പം ഞാൻ പറയുന്നത് നാടൻ മാങ്ങ എന്നാണ്. അപ്പോൾ എനിക്കിന്ന് മഴയത്ത് ഒരു 4 എണ്ണം വീണ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാനത് വെച്ചിട്ട് നിങ്ങൾക്ക് ഒരു മാമ്പഴ പുളിശ്ശേരി ഞാൻ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം. അപ്പോൾ ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, മാങ്ങ കഴുകി തോല് കളഞ്ഞ് നമുക്ക് അത് ഏത് പാത്രത്തിലാണോ നമ്മൾ വെക്കുന്നത് ആ പാത്രത്തിലേക്ക് ഇടാം. അപ്പോൾ ഞാൻ ഓരോന്നായിട്ട് തോല് കളഞ്ഞിട്ട് ഞാൻ വെക്കുന്ന പാത്രത്തിലേക്ക് ഇടുകയാണ്. അപ്പോൾ ഈ നമ്മൾ മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കുന്ന ഈ മാങ്ങ പച്ച ആവുമ്പോൾ ഭയങ്കര പുളിയായിരിക്കും കേട്ടോ. പുളി എന്ന് പറഞ്ഞാൽ നമുക്ക് വായിൽ വെക്കാൻ പറ്റില്ല, അത്രയും പുളിയായിരിക്കും. പക്ഷെ അത് പഴുത്ത് കഴിഞ്ഞാൽ നല്ല സ്മെല്ലുമാണ്, നല്ല മധുരവുമാണ്. അപ്പോൾ അത് വെച്ചിട്ടാണ് നമുക്ക് ഏറ്റവും നല്ലത് മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാൻ പറ്റിയൊരു മാങ്ങ ഈ മാങ്ങയാണ് കേട്ടോ. അപ്പോൾ അത് ഇപ്പോൾ എല്ലായിടത്തും അത് കിട്ടാറില്ല, അപ്പോൾ കിട്ടൽ അപൂർവമാണ്, എല്ലാ സ്ഥലങ്ങളിലും ഇതില്ല. അപ്പോൾ നമ്മളെല്ലാം തോല് കളഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാൻ പോകുന്ന പാത്രത്തിലേക്ക് മാങ്ങ ഇട്ട് സ്റ്റൗ കത്തിച്ചിട്ട് അതിൽ പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു. അപ്പോൾ മാങ്ങ വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം അത് നമ്മൾ ഒഴിച്ചു. അതിന് ശേഷം ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു. അതിന് ശേഷം കുറച്ച് കല്ലുപ്പാണ് ഇടുന്നത്, ഞാൻ പൊടിയുപ്പ് ഉപയോഗിക്കാറില്ല, കല്ലുപ്പിട്ടു. അതിന് ശേഷം കുറച്ച് ശർക്കര ഇട്ടു. എന്നിട്ട് നമുക്ക് അതൊന്ന് മൂടി വെച്ചിട്ട് വേവിക്കാം. അപ്പോൾ അത് ഒന്ന് നന്നായിട്ട് വെന്ത് വരുമ്പോൾ നമുക്കതൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കതിലേക്ക് 1 സ്പൂണ് നെയ്യ് ചേർക്കാം. അപ്പോൾ നെയ്യ് ഓപ്ഷനിലാണ്, അത് നെയ്യ് വേണമെങ്കിൽ ഇട്ടാൽ മതി. അപ്പോൾ ഞാൻ പക്ഷേ നെയ്യ് ചേർക്കുന്നുണ്ട്. അപ്പോൾ അത് ആ മാങ്ങയായിട്ട് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ വേറൊരു നല്ലൊരു സ്മെല്ലായിരിക്കും. പിന്നെ നമുക്കതിൻ്റെ അരപ്പിന് ആവശ്യമായിട്ടുള്ള തേങ്ങ, 1 മുറി തേങ്ങയാണ് ഞാൻ എടുത്തേക്കുന്നത്. പിന്നെ ചെറിയ ജീരകം കുറച്ച് മതി. പിന്നെ ഞാൻ അതിലേക്ക് ഒരു 2 അല്ലി ചെറിയ ഉള്ളിയില്ലേ, അത് ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. അത് എനിക്കത് ഇട്ടാലാണ് എനിക്ക് ടേസ്റ്റ് തോന്നുന്നത് മാമ്പഴ പുളിശ്ശേരിക്ക്. അപ്പോൾ ഞാനത് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നമുക്കത് നന്നായിട്ട് അതിൻ്റെ കൂടെ തന്നെ കുറച്ച് മുളക് പൊടി, അത് നമുക്ക് എരിവിനനുസരിച്ചിട്ടാണ്, ഓരോരുത്തരുടെ എരിവിനനുസരിച്ചിട്ട് നമുക്ക് ഉപയോഗിക്കാം. എന്നിട്ട് അത് നന്നായിട്ട് മഷി പോലെ അരച്ചിട്ട് നമുക്ക് ആ വെന്ത മാങ്ങയിലേക്ക് ഒഴിക്കാം. ഒഴിച്ചതിന് ശേഷം നമുക്കതിന് പുളിക്ക് ആവശ്യമായിട്ടുള്ള തൈര്. അപ്പോൾ ഞാനിന്ന് കുറച്ച് 4 മാങ്ങയിലേ ഉള്ളൂ, അപ്പോൾ അതിന് ആവശ്യമായിട്ടുള്ള കുറച്ച് തൈര് എടുത്തിട്ട് നന്നായിട്ട് കലക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ നമ്മൾ മാമ്പഴ പുളിശ്ശേരിയിലേക്ക് തൈര് ഒഴിക്കുന്നതിന് മുന്നേ ആ അരപ്പ്, അതായത് നമ്മളതിലൊഴിച്ച തേങ്ങയുടെ അരപ്പ് ഒന്ന് തണുക്കണം കേട്ടോ, അല്ലെങ്കിൽ തണുത്തില്ലെങ്കിൽ അത് പിരിയും. അപ്പോൾ മാമ്പഴ പുളിശ്ശേരിയുടെ ടേസ്റ്റ് മാറും. അപ്പോൾ പിന്നെ നമുക്കതിലേക്ക് കടുക് വറുക്കാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഉലുവ, വറ്റൽമുളക്, കറിവേപ്പില, ഇതൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മാമ്പഴ പുളിശ്ശേരിയുടെ അരപ്പ് തണുത്തു. അപ്പം നമുക്കതിലേക്ക് തൈര് ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. അത് നന്നായിട്ട് ഇളക്കി കൊടുത്ത് നമുക്ക് ഉപ്പൊക്കെ നോക്കിയതിന് ശേഷം അതിലേക്ക് കടുക് വറുത്തിടാം. അപ്പോൾ കടുക് വറുക്കാൻ വേണ്ടിയിട്ട് ഒരു ചീനിച്ചട്ടി ഞാൻ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. നെയ്യ് അല്ലെങ്കിൽ നമുക്ക് വെളിച്ചെണ്ണ ഉപയോഗിക്കാം, അത് അവരവരുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ നെയ്യാണ് ഉപയോഗിച്ചേക്കുന്നത്. അതിലേക്ക് കടുക് ഇട്ടു, പിന്നെ ഉലുവ ഇട്ടു, അതിലേക്ക് വറ്റൽമുളക്,
കറിവേപ്പില, ഇത് 4 അതിലേക്ക് ചേർത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് അതൊന്ന് ഇളക്കി നമുക്ക് മാമ്പഴപ്പുളിശ്ശേരിയിലേക്ക് ഇടാം. ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് മാമ്പഴപ്പുളിശ്ശേരി ഒന്നങ്ങനെ നമുക്ക് തവി കൊണ്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. നിങ്ങൾ ഇത് ഇങ്ങനെ ഉണ്ടാക്കിയില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നല്ലതാണെങ്കിലും നിങ്ങൾക്കത് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നിങ്ങൾക്കത് ഇഷ്ടപ്പെട്ടാലും നിങ്ങളത് കമൻ്റായിട്ട് വന്നൊന്ന് പറയണേ. അപ്പോൾ പിന്നെ നിങ്ങളെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നും കൂടെ എനിക്കൊന്ന് പറഞ്ഞു തരണേ. ഞാൻ എങ്ങനെയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അല്ലെങ്കിൽ ഇതിപ്പോൾ ചിലപ്പോൾ ഞാൻ നെയ്യ് ഉപയോഗിക്കാറില്ല, വെളിച്ചെണ്ണയിൽ ചെയ്യാറുണ്ട്. ചിലപ്പോൾ ഞാൻ നെയ്യ് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ രണ്ടും ഞാൻ ചെയ്യാറുണ്ട്, 2 രീതിയിൽ ഞാൻ ചെയ്യാറുണ്ട്. അപ്പോൾ ചിലവർക്ക് നെയ്യുടെ സ്വാദ് ഇഷ്ടപ്പെടില്ല, അങ്ങനെയുള്ളവർക്ക് വെളിച്ചെണ്ണ ഉപയോഗിക്കാം. പിന്നെ ഫസ്റ്റ് ഞാൻ മാമ്പഴം വേവിക്കുമ്പം അതിൽ കുറച്ച് നെയ്യ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. അത് ഇഷ്ടമല്ലാത്തവർക്ക്, അതായത് നെയ്യുടെ സ്വാദ് ഇഷ്ടമില്ലാത്തവർക്ക് അത് ഉപയോഗിക്കേണ്ട കേട്ടോ. അപ്പോൾ അത് വെറുതെ ശർക്കരയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടിട്ട് വേവിച്ചാൽ മതി, അതിൽ നെയ്യ് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇങ്ങനെയാണ്. അപ്പോൾ നിങ്ങൾ വിലയേറിയ കമൻറ്റുകൾ പറയുക.